അത് അഴിക്കാനുള്ള ആ കഴുത്തിൽ കിടക്കുന്ന ആ പാശം, പശുവിന്റെ കഴുത്തിലുള്ള പാശം, പശു എന്ന ജീവൻ എന്നർത്ഥം നമ്മളൊക്കെ, അതിന്റെ പാശം അഴിക്കാനുള്ള മാർഗമാണ് ഈ ശിവരാത്രി ആചരണം. നമുക്ക് ഓരോരുത്തർക്കും ശിവനായി തീരാ. നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ശിവനാണ്, പക്ഷെ നമുക്ക് അത് അറിയുന്നില്ല. അറിയാത്തത് മായ കൊണ്ടാണ്. അപ്പൊ ആ മായയെ ഭേദിക്കാനാണ് നമ്മൾ ഈ ശിവരാത്രി ആചരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? തലേ ദിവസമേ തുടങ്ങും നമ്മൾ ഒരുക്കങ്ങള്, അല്ലെ? തലേ ദിവസമേ നമ്മൾ ഒരു നേരമുണ്ട്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ശിവരാത്രി നമ്മൾ ഇവിടേക്ക് ആഘോഷിക്കുന്നത്. തലേ ദിവസം ഒരിക്കലുണ്ട്, പിറ്റേ ദിവസം പൂർണ്ണ ഉപവാസം. അതിന്റെ പിറ്റേ ദിവസം നമ്മൾ കാലത്തൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല. വൈകിട്ട് വരെ നാമജപത്തോട് കൂടിയിരുന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 36 മണിക്കൂർ. ഈ 36 മണിക്കൂറിന്റെ പ്രാധാന്യം കൂടി പറഞ്ഞു തരാം. 36 മണിക്കൂർ നമ്മൾക്കൊക്കെ ഈ മെഡിക്കൽ സയൻസ് ഈ എന്താ പറയുക, അപസ്മാരം എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഉണ്ടല്ലോ. അപസ്മാരത്തിന് ചികിത്സയ്ക്ക് പോകുമ്പോൾ അതിനൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൽഫ ടെസ്റ്റ് എന്നാ പറയാ, എപ്പിലെപ്സി ടെസ്റ്റ്. ഈ എപ്പിലെപ്സി ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അവർ 36 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈ 36 മണിക്കൂർ ഒട്ടും ഉറങ്ങാതെ അതിനുശേഷം നമ്മളെ ഉറക്കും. ആ ഉറക്കണ സമയത്ത് നമ്മളൊരു തുരീയാവസ്ഥയിലേക്കാവും. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ആൽഫ റേഞ്ചിലിരിക്കും. അതിലാണ് അതിന്റെ തരംഗങ്ങൾ കൃത്യമായിട്ട് കിട്ടുക എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ശുദ്ധബോധത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോഴാണ് ആ അപസ്മാരം വരാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കുക. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഈ 36 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ സാധ്യമല്ല എന്നൊക്കെ വിചാരിക്കും. 36, 72 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരുപാട് യോഗിമാരെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് ഇതേമാതിരി രാവിലെ നമ്മൾ കുളിച്ച് ഇളനീർ വല്ലതും കുടിച്ച് അതിൽ വ്രതം ആരംഭിക്കും. ഈ വ്രതം ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടിട്ടോ ഒന്നുമല്ല, നമ്മൾ സദാ നമശിവായ ജപിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചാക്ഷരി മന്ത്രം. ഈ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തിയുള്ള ഒരു മന്ത്രമാണ്. മന്ത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ശക്തിയുള്ള മന്ത്രമാണ്. ആ പഞ്ചാക്ഷരി മന്ത്രം ആർക്കും ജപിക്കാം. മറ്റുള്ള മന്ത്രങ്ങൾക്കൊക്കെ ദീക്ഷ വേണം, ഉപദേശം വേണം, ഒരു ഗുരു സാന്നിധ്യം വേണം, അങ്ങനെയൊക്കെയാണ് പറയാ. ഈ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി കണ്ടുകൊണ്ട് സകലർക്കും ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. ഈ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ഇടതടവില്ലാതെ അങ്ങ് ജപിക്കാം. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശപ്പോ ദാഹമോ നമുക്ക് അറിയാതെ വരും. മന്ത്രത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ലയിച്ചു ചേരും. അപ്പൊ എന്താവും? വാക്കൊടുങ്ങുന്ന് പറയും. വാക്കൊടുങ്ങുക എന്ന് പറഞ്ഞാൽ മൗനമായി വരും. ഈ മൗനമായി വരുമ്പോ എന്താ സംഭവിക്കണത്? ഭക്ഷണം ഉപേക്ഷിച്ചു നമ്മൾ, അല്ലെ? ഭക്ഷണം ഉപേക്ഷിച്ച സമയത്ത് നമ്മളെ ശരീരത്തിൽ പ്രാണമയമായി വരും. അതില് വാക്ക് ഉപേക്ഷിക്കുന്ന സമയത്ത്, മൗനമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ശരീരം മനോമയമായിട്ട് മാറും. ഈ 2 കാര്യം കൊണ്ട് എന്തായി? നമുക്ക് ശരീരത്തിന് പ്രാണൻ നല്ല രീതിയിൽ പ്രാണസഞ്ചാരം കൂടുതലായിരിക്കും. ബോധം നല്ല രീതിയിൽ ഉണരും. എന്തൊരു കാര്യത്തിനെ പറ്റിയിട്ടും നമുക്ക് നല്ലൊരു